വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവിശ്വംശയുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 15. 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. വിചാരണയും വിധിയും. അതിരാവിലെ തന്നെ പുരോഹിത പ്രമുഖന്മാർ ജനപ്രമാണികളോടും നിയമജ്ഞരോടും ന്യായാധിപ സംഘം മുഴുവനോടും ചേർന്ന് ആലോചന നടത്തി. അവർ യേശുവിനെ ബന്ധിച്ചു കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു. പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? അവൻ മറുപടി പറഞ്ഞു, നീ തന്നെ പറയുന്നു. പുരോഹിത പ്രമുഖന്മാർ അവനിൽ പല കുറ്റങ്ങളും ആരോപിച്ചു. പീലാത്തോസ് വീണ്ടും ചോദിച്ചു, നിനക്ക് മറുപടിയൊന്നും പറയാനില്ലേ? നോക്കൂ, എത്ര കുറ്റങ്ങളാണ് അവർ നിന്റെ മേൽ ആരോപിക്കുന്നത്. എന്നാൽ യേശു മറുപടി ഒന്നും പറഞ്ഞില്ല. തന്മൂലം പീലാത്തോസ് വിസ്മയിച്ചു. ജനം ആവശ്യപ്പെടുന്ന ഒരു തടവുകാരനെ അവൻ തിരുനാളിൽ മോചിപ്പിക്കുക പതിവായിരുന്നു. വിപ്ലവത്തിനിടയിൽ കൊലപാതകം നടത്തിയ ബറാബാസ് എന്നൊരുവൻ വിപ്ലവകാരികളോടൊപ്പം തടങ്കലിൽ ഉണ്ടായിരുന്നു. ജനക്കൂട്ടം പീലാത്തോസിന്റെ അടുത്ത് ചെന്ന് പതിവുള്ള ആനുകൂല്യത്തിന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, യഹൂദരുടെ രാജാവിനെ ഞാൻ മോചിപ്പിച്ചു തരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്തെന്നാൽ അസൂയ നിമിത്തമാണ് പുരോഹിത പ്രമുഖന്മാർ അവനെ ഏൽപ്പിച്ചു തന്നതെന്ന് അവനറിയാമായിരുന്നു. എന്നാൽ ബറാബാസിനെയാണ് വിട്ടുതരേണ്ടതെന്ന് ആവശ്യപ്പെടാൻ പുരോഹിത പ്രമുഖന്മാർ ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചു. പീലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു, യഹൂദരുടെ രാജാവെന്ന് നിങ്ങൾ വിളിക്കുന്നവനെ ഞാൻ എന്ത് ചെയ്യണം? അവർ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക. പീലാത്തോസ് ചോദിച്ചു, അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു? അവർ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക. അപ്പോൾ പീലാത്തോസ് ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ തീരുമാനിച്ചുകൊണ്ട് ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടിക്കൊണ്ടടുപ്പിച്ചതിനു ശേഷം ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. മനുഷ്യ കുതന്ത്രങ്ങളുടെ താൽക്കാലികമായ നിശ്ചയം. മതാധികാരികൾ യേശുവിനെ കുറ്റക്കാരനായി വിധിച്ച് ജനങ്ങൾക്കായി വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇതിനിടയിൽ മതാധികാരികളുടെ വിധി നിയമാനുസൃതം അല്പം കൂടി സുരക്ഷിതമാക്കുന്നത് നല്ലതായിരിക്കുമെന്ന ചിന്ത അവരുടെ ഇടയിൽ പൊങ്ങി വന്നതുകൊണ്ടും ജനങ്ങളുടെ ഇടയിൽ ഈ വിധിയെ സംബന്ധിച്ച് ഭിന്നഭിപ്രായങ്ങൾ ഉയർന്നു വന്നതുകൊണ്ടും കൂടെ മതാധികാരികൾ വീണ്ടും സമ്മേളനം കൂടി ആലോചിക്കാനിടവന്നു. അവർ എത്തിച്ചേർന്ന തീരുമാനം തങ്ങളുടെ വിധി കുറേയും കൂടി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സംരക്ഷണം ലഭിക്കാൻ രാഷ്ട്രീയ അധികാരികളുടെ അടുത്തേക്ക് ഈ കേസ് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്നും അവരുടെ വിധിയും കൂടെ അനുകൂലമായിട്ട് നമുക്ക് സമ്പാദിക്കാൻ ഇടവന്നാൽ തങ്ങൾക്കത് കൂടുതൽ സുരക്ഷിതത്വം നൽകാൻ ഇടവരുമെന്നുള്ളൊരു തീരുമാനമാണ് പുരോഹിത വൃന്ദം എടുക്കാൻ ഇടവന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ യേശുവിനെ അന്നാട്ടിലെ അക്കാലത്ത് ഉണ്ടായിരുന്ന ഏറ്റവും ഉന്നത രാഷ്ട്രീയ അധികാരിയായ ഗവർണർ പീലാത്തോസിന്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. പീലാത്തോസ് റോമൻ ചക്രവർത്തിയാൽ നിയോഗിക്കപ്പെട്ട ആ നാട്ടിലെ ഭരണാധികാരിയായിരുന്ന കാലമായിരുന്നു. പീലാത്തോസിന് യേശുവിനെ സംബന്ധിച്ച് ഇതിനകം തന്നെ ചില ധാരണകളൊക്കെ ഉണ്ടാകാൻ ഇടവന്നിട്ടുണ്ട്. ചുമത്തപ്പെട്ട കുറ്റങ്ങളെല്ലാം തന്നെ യേശു ചെയ്തിരിക്കാമെന്ന ഒരു നിഗമനം പീലാത്തോസിനില്ലായിരുന്നു. ഇത്തരത്തിലുള്ളൊരു വിധി മതാധികാരികളുടെ പക്കൽ നിന്ന് വരാൻ കാരണം അവരുടെ അസൂയയും നിക്ഷിപ്ത താല്പര്യവും ഇടുങ്ങിയ ചിന്തയുമൊക്കെയാണ് അതിന്റെ പുറകില് ഉണ്ടാകാൻ ഇടവരിക എന്നൊരു ധാരണ പീലാത്തോസിൽ ഉണ്ടായി.
അതിന്റെയും കൂടെ അടിസ്ഥാനത്തിൽ ആരംഭത്തിൽ അല്പം മൃദുവായിട്ടുള്ള ഒരു സമീപനമാണ് പീലാത്തോസ് യേശുവിനോട് എടുത്തത്. യേശുവിനെ ഏതെങ്കിലും തരത്തിൽ കുറ്റവിമുക്തനാക്കിയാൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹം പോലും പീലാത്തോസിൽ ആരംഭത്തിലുണ്ടായി. ഗവർണറായിരിക്കുന്ന തനിക്ക് പെസഹ തിരുനാളിനോടനുബന്ധിച്ച് തന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിലെ ഏതെങ്കിലും ഒരു കുറ്റവാളിയെ കുറ്റവിമുക്തനാക്കാനുള്ള അധികാരം യേശുവിന് അനുകൂലമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചേക്കും എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ പ്രീതിയും കൂടി ലഭിക്കാൻ ഇടവരാൻ കൂടുതൽ സഹായമാകും എന്ന ചിന്തയോടുകൂടെ പീലാത്തോസ് ഈ ഒരു പ്രശ്നം ജനങ്ങളുടെ ഇടയിലേക്ക് ഇടുകയാണ്. പീലാത്തോസ് തന്നെ പറയുന്നു, കടുത്ത കുറ്റവാളിയായിട്ട് ബന്ധനസ്ഥനായിട്ടുള്ള ബറാബാസും നിങ്ങൾ ഇപ്പോൾ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്ന യേശു എന്ന് വിളിക്കപ്പെടുന്ന നിങ്ങളുടെ രാജാവായ ഈ മനുഷ്യനും തമ്മിൽ ആരെയാണ് ഞാൻ വിട്ടയക്കേണ്ടത്? പീലാത്തോസ് വിചാരിച്ചത് തീർച്ചയായും ജനങ്ങൾ യേശുവിനെ വിട്ടയക്കാൻ പറയും, അങ്ങനെ യേശുവിനെ കുറ്റവിമുക്തനാക്കാൻ സാധിക്കുമെന്നൊരു ചിന്ത പീലാത്തോസിൽ ഉണ്ടായി കാണണം. പക്ഷേ പീലാത്തോസിന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ജനങ്ങൾ ഒന്നടങ്കം ആർത്തിരമ്പി പറയുകയാണ്, ബറാബാസിനെ കുറ്റവിമുക്തനാക്കിയാലും ഞങ്ങൾക്ക് വിരോധമില്ല, എന്നാൽ യേശുവിനെ കുരിശിൽ തറച്ചു കൊല്ലുക തന്നെ വേണം. അപ്പോൾ യുക്തിഭദ്രമായിട്ട് ഗവർണർ അവരോടായിട്ട് ചോദിക്കുന്നു, അങ്ങനെ നിങ്ങൾ പറയാൻ തക്കതായിട്ടുള്ള കുറ്റം എന്താണ് ഈ മനുഷ്യൻ ചെയ്തത്? അത് നിങ്ങൾ തെളിയിക്കും. തീർച്ചയായിട്ടും യുക്തിഭദ്രമായിട്ടുള്ളൊരു നിലപാടായിരുന്നു പീലാത്തോസിന്റെ അത്. പക്ഷേ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അതിനെ യുക്തിഭദ്രമായ രീതിയിലല്ല ഉത്തരം വന്നത്. അവരുടെ വാശിയും അവരുടെ അസൂയയും അവരുടെ മുൻകൂട്ടിയുള്ള തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഒന്നടങ്കം ആക്രോശിച്ചു യേശുവിനെ കുരിശിൽ തറയ്ക്കണം. ഈ രംഗത്തില് പീലാത്തോസ് ഇടവന്നു. കാരണം ജനങ്ങളുടെ അപ്രീതി സമ്പാദിക്കാൻ ഇടവന്നാൽ തന്റെ സ്ഥാനം പരുങ്ങല്ലാകും. അഗസ്റ്റസ് സീസറിന് പോലും അപ്രീതി ജനിപ്പിക്കാൻ അത് ഇടവന്നേക്കും. അതുകൊണ്ട് ധാർമ്മികമായ ശക്തിയുടെ ശോഷണം ഉണ്ടായിരുന്നതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാകാം പീലാത്തോസ് ജനങ്ങളുടെ യുക്തിഭദ്രമല്ലാത്ത ആക്രോശത്തിന് പോലും വഴങ്ങിക്കൊണ്ട് യേശുവിനെ അവർക്കായിട്ട് വിട്ടുകൊടുക്കുകയാണ്. തുടർന്നുള്ള സുവിശേഷത്തിന്റെ വിവരണത്തിൽ നാം കാണുക ജനങ്ങളുടെ ജനകീയമായിട്ടുള്ള വിധി നടപ്പിലാക്കുന്ന രീതിയാണ്. എത്രയോ ക്രൂരമായും പൈശാചികമായും ആണ് ജനങ്ങൾ യേശുവിനോട് പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരണം സുവിശേഷത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നു. ആടിനെ പട്ടിയാക്കുന്ന മനുഷ്യന്റെ കുതന്ത്രത്തിന്റെ താൽക്കാലികമായ വിജയം എന്നല്ലാതെ എന്ത് നാം ഇതിനെ വിളിക്കും?